ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലായി എന്ന വാർത്ത കേട്ടപ്പോൾ ഫേസ്ബുക്കിൽ ചിരിച്ചുകൊണ്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്ത ചേച്ചി ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞങ്ങൾ വിഷമത്തിലാണ്, ഇനിയും ഞങ്ങളെ ദ്രോഹിക്കല്ലേ എന്ന്. ഫിലിപ്പ് മമ്പാടിൻ്റെ ആദ്യ ഭാര്യ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവകാശപ്പെട്ടത് ഞങ്ങൾ കഴിഞ്ഞ 23 വർഷമായി ഒരുമിച്ച് താമസിക്കുകയാണെന്നും കുടുംബം അദ്ദേഹത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുമാണ്. എന്നാൽ ഈ വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് ഇതിനോടകം തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായി. ഇവർ തമ്മിൽ നിയമപരമായി വിവാഹമോചിതരാണെന്നും നമ്മൾ കണ്ട വീഡിയോ വ്യക്തമാക്കി. 2020 മുതൽ ഇവർ വേർപിരിഞ്ഞു കഴിയുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഔദ്യോഗികമായി വിവാഹമോചനം നേടിയതായും ആരോപണമുണ്ട്. പോലീസ് ജോലിയിൽ നിന്നും ഫിലിപ്പ് വിരമിച്ചത് ഭാര്യയ്ക്ക് സെറ്റിൽമെൻറ്റ് തുകയായി 15 ലക്ഷം രൂപ നൽകാനായിരുന്നു എന്നും വീഡിയോയിൽ പറയുന്നു. പണം വാങ്ങി പിരിഞ്ഞു പോയ വ്യക്തി ഇപ്പോൾ ഭാര്യ എന്ന ലേബലിൽ വരുന്നത് കേസിനെ വഴിതിരിച്ചു വിടുവാനുള്ള തന്ത്രമാണെന്ന് പലരും സംശയിക്കുന്നു. ഫിലിപ്പിൻ്റെ ഭാര്യയായി രംഗത്തെത്തിയ ഡോളി ഇപ്പോൾ ഇസ ജോസഫ് എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായി മറ്റൊരു വ്യക്തിക്കൊപ്പമാണ് ഇവർ താമസിക്കുന്നത്. ഡോളിയുടെ നിലവിലെ പങ്കാളിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ റെക്കോർഡിംഗ് വീഡിയോയിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി നമുക്കെല്ലാം മനസ്സിലായി. തങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നും അവർ വിവാഹമോചനം നേടിയ സ്ത്രീയാണെന്നും ആ വ്യക്തി അതിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ നിലപാടിന് പിന്നിലെ തന്ത്രം എന്താണെന്നറിഞ്ഞോ? വലിയൊരു കുറ്റാരോപണം നേരിടുമ്പോൾ കുടുംബത്തെയും മക്കളെയും ക്യാമറയ്ക്ക് മുമ്പിൽ നിർത്തി സഹതാപം പിടിച്ചു പറ്റാനുള്ള ശ്രമമാണിത്. വെറുതെയല്ല ഭാര്യ പോലുള്ള ഷോകളിൽ കണ്ടിരുന്ന മാതൃകാ ദമ്പതികൾ എന്നത് വെറും തിരക്കഥ മാത്രമായിരുന്നുവെന്നും ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി കെട്ടിപ്പൊക്കിയ പുകമറയായിരുന്നു ഇതെന്നും സംവിധായകൻ ആലപ്പി അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നു. ചുരുക്കത്തിൽ നിയമപരമായി വിവാഹമോചിതരായിട്ടും മറ്റൊരു വ്യക്തിക്കൊപ്പം താമസിച്ചിട്ടും പോക്സോ കേസിൽ നിന്നും ഫിലിപ്പിനെ ഊരിയെടുക്കുവാൻ വേണ്ടി കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകം ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഇത്തരം കൊള്ളരുതായ്മകളെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുതെന്നും കുറ്റവാളികൾക്ക് തീർച്ചയായും ശിക്ഷ ലഭിക്കണമെന്നുള്ളതും സമൂഹം ഒരിക്കലും മറക്കരുത്. എന്ത് നാടകം തന്നെ നടത്തുകയാണെങ്കിലും സത്യം അതിൻ്റെ മറ നീക്കി പുറത്തു വരുമെന്നുള്ളത് ഇപ്പോൾ ഈ കുടുംബത്തിനും ഫിലിപ്പിനും മനസ്സിലായി കാണും. തീർച്ചയായും ഭാര്യയും മകളുമൊത്തുള്ള ഈ നാടകം വീണ്ടും ഫിലിപ്പിനെ കുടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയായി. ഫിലിപ്പ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിച്ചിരുന്നവരും ഇപ്പോൾ ഉറപ്പിച്ചു തുടങ്ങി ഫിലിപ്പ് ഒരു ഫ്രോഡ് തന്നെയായിരുന്നു എന്നും അയാളുടെ നിലവാരം ഇപ്പോൾ ഈ നാടകത്തിലൂടെ പൊളിഞ്ഞു എന്നും. വലിയ പ്രചാരണങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണ്. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. കുടുംബം കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്നാൽ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ ഇപ്പോൾ.